സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പാപ്പനോടും കെവിനോടൊന്നും ആലോചിക്കാതെ ഋഷിയും ബെല്ലയും കൂടി ചേർന്ന് ചില പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതുപ്രകാരം ചന്ദ്രോത്ത് വീട്ടിൽ രാത്രി 11-12 മണിയാകുമ്പോഴത്തേക്കും ബെല്ല പറഞ്ഞയച്ച ആൾക്കാർ മതിൽ ചാടി എത്തുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, നമ്മുടെ നന്ദനെ ആരും അറിയാതെ രഹസ്യമായി തട്ടിക്കൊണ്ടുവരാനാണ്. ഒരു കാരണവശാലും സ്റ്റേഷനിൽ നന്ദൻ ഹാജരാകാൻ പാടില്ല. അങ്ങനെ ഹാജരാകുകയാണെന്നുണ്ടെങ്കിൽ നന്ദൻ്റെ വിധി തീരുമാനിക്കുന്നത് ഋഷിയാണെന്ന് മുമ്പേ തന്നെ അരുന്ധതിയോട് ഋഷി പറഞ്ഞിട്ടുണ്ട്. അല്ല, താൻ വിചാരിക്കുന്നത് പോലെ പ്ലാൻ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നന്ദൻ ഒരു കാരണവശാലും സ്റ്റേഷനിൽ ഹാജരാകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നന്ദനും ബെല്ലയും എത്തിയിരിക്കുന്നത്. അതും പ്രകാരം നന്ദനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഒച്ചയും അനക്കമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സിദ്ധാർത്ഥന് ചെറിയ സംശയം തോന്നുമെങ്കിലും തൻ്റെ തോന്നലായിരിക്കും എന്ന് കരുതി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രഭാവതി എണീറ്റ് ഇന്നത്തെ ദിവസമാണ് തൻ്റെ മകൻ സ്റ്റേഷനിൽ ഹാജരാകുന്നത്. വെറും കുറ്റത്തിനല്ല, കൊലപാതക കുറ്റത്തിന്. ഇനി നിയമവും കോടതിയും കേസും ഒക്കെ ആയിട്ട് തൻ്റെ മകനെ എന്ന് തിരികെ വീണ്ടും ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും ഉറപ്പില്ല. കാരണം ചെയ്തിരിക്കുന്നത് നിസ്സാര കുറ്റമല്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വല്ലാത്ത തീ തിന്നേണ്ട ദിവസമാണെന്ന് പ്രഭാവതിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഒരു അങ്കലാപ്പിൽ ദേവികയോട് തന്നെ കയർത്ത് സംസാരിക്കുകയും ഏറ്റവും അവസാനം ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. ദേവിക എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ നന്ദന് ആത്മബലം ഉണ്ടാകുകയുള്ളൂ. ദേവിക പടി ഇറങ്ങിയ തൊട്ട് പിന്നാലെ ചന്ദ്രോത്ത് വീട്ടിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നാണ് ഇപ്പോൾ പ്രഭാവതി വിശ്വസിക്കുന്നത്. രാവിലെ തന്നെ നന്ദനുള്ള കോഫിയായിട്ട് നന്ദനെ ഒന്ന് സമാധാനിപ്പിക്കാനും കൂടി വേണ്ടി നന്ദൻ്റെ റൂമിലേക്ക് വരുന്ന പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ട് ബെഡിൽ ആരെയും കാണുന്നില്ല. ഇനി ബാത്റൂമിലെങ്ങാനും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോയി നോക്കുന്നുവെങ്കിലും നന്ദനെ ആ വീട്ടിലെങ്ങും കാണാനില്ലെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യം വന്ന് സിദ്ധാർത്ഥൻ സാറിനോട് പറയുകയും ചെയ്യുന്നു. അതേസമയം സിദ്ധാർത്ഥനും മറ്റുള്ളവരുമൊക്കെ കരുതുന്നത് പ്രഭാവതിയും കൂടി അറിഞ്ഞിട്ട് നന്ദൻ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമോ എന്നാണ്. അപ്പം സിദ്ധു ചോദിക്കുന്നുണ്ട്, സത്യം പറ പ്രഭ, താനും കൂടി അറിഞ്ഞിട്ടാണോ നന്ദൻ മാറി നിൽക്കുന്നത്? ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? മകനെ രക്ഷിക്കാൻ വേണ്ടി താൻ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു, ഇല്ലാത്തത് പറയരുത് സിദ്ധു. നിങ്ങളൊക്കെ പറയുന്നതിനപ്പുറം എനിക്കൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഹരിയങ്കളും അതുപോലെ ദേവിക മോളും പറയുന്നത് പോലെ നന്ദനെ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് തന്നെയാണ് ഞാനും നന്ദനും ആഗ്രഹിച്ചത്. ഒരു കാരണവശാലും അവൻ എന്നോട് പറയാതെ എങ്ങും പോകില്ല. അവൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കെൻ്റെ മകനെ ഇപ്പം തന്നെ കാണണം സിദ്ധു എന്നും പറഞ്ഞിട്ട് പ്രഭയാണെങ്കിൽ പൊട്ടിക്കരയുന്നത് കണ്ട് താൻ വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും തിരക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു ആണെങ്കിൽ നേരെ ദേവികയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. രാവിലെ തന്നെ കോഫിയായിട്ട് പ്രഭ നന്ദൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് നന്ദൻ അവിടെ ഇല്ലെന്ന് മനസ്സിലായതെന്നും നന്ദനെ കാണാനില്ല, അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സ്റ്റേഷനിൽ ഹാജരാകേണ്ട ഇന്നത്തെ ദിവസം തന്നെ കൃത്യമായിട്ട് നന്ദുവിനെ കാണാനില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ചതിയുണ്ടോ? ബെല്ലയും കെവിനുമായി ചേർന്ന് ഇനി മുന്നത്തെ പോലെ ഏതെങ്കിലും റിസോർട്ടിൽ രഹസ്യമായി പോയി താമസിക്കുന്നതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതങ്ങനല്ല മോളെ, ഇതിലെന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ടെന്ന് സിദ്ധുവും പറയുന്നുണ്ട്. അതിനുശേഷം ദേവികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഗിരീഷിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. നന്ദനെ കാണാനില്ലെന്ന് കേട്ടപ്പോഴത്തേക്കും ഗിരീഷ് ആകെ ഷോക്കാകുന്നു. എല്ലാവരും ആദ്യം സംശയിക്കുന്നത് നന്ദനയും പ്രഭാവതിയും കൂടി ചേർന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നതായിരിക്കുമോ എന്നാണ്. എന്തായാലും വിഷമിക്കേണ്ട, ഞങ്ങൾ അന്വേഷിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് ഗിരി. കോൾ കട്ട് ചെയ്തതിന് ശേഷം രജനി ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചത്? ദേവികയായിരിക്കും അല്ലേ? എന്താ പറഞ്ഞത് അവൾ? നന്ദനെ കാണാനില്ലെന്നോ? എന്താ എൻ്റെ നന്ദന് പറ്റിയത്? ഇനി എന്നെ ആരും രക്ഷിക്കില്ലെന്ന് വിചാരിച്ച് നന്ദൻ തന്നെ മനഃപൂർവ്വം നാട് വിട്ടു പോയതായിരിക്കുമോ? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ സങ്കടം വരുന്നു. ഗിരി എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് രജനിയാണെങ്കിൽ സമനില തെറ്റിയതുപോലെ ഓരോന്നും സംസാരിക്കുന്നു. അപ്പം ഗിരിയുടെ അമ്മ വന്ന് കാര്യം തിരക്കുന്നു. അപ്പം ഗിരിയുടെ അമ്മയോടും രജനി പറയുന്നു ഇതുപോലെ നന്ദനെ കാണാനില്ലെന്ന്. എന്താ നന്ദന് പറ്റിയത്? ഇന്നലെ രാത്രി വരെ അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ അമ്മ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് നന്ദനെ റൂമിൽ ഇല്ലെന്ന്. എന്നാൽ ആ വിവരം അറിഞ്ഞ പാപ്പന് ബെല്ലെ തന്നെയാണ് സംശയം തോന്നുന്നത്. അപ്പം ബെല്ലയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ബെല്ല നീ അറിഞ്ഞോ ചന്ദ്രോത്ത് നിന്ന് നന്ദനെ കാണാനില്ലെന്ന്? നിനക്ക് അതിനെപ്പറ്റി വല്ല അറിവും കിട്ടിയിരുന്നോ എന്ന് ചോദിക്കുമ്പം നന്ദനെ കാണാതായതിൻ്റെ പിന്നിൽ എൻ്റെ ആൾക്കാർ തന്നെയാണ്. പാപ്പൻ എന്താ വിചാരിച്ചത്? ഈ ബെല്ല ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ ഒരടി പിന്നോട്ടില്ല. ചന്ദ്രോത്ത് വീട്ടിൽ നന്ദനെ കാണാൻ ഞാൻ ചെന്ന് കയറിയപ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി എന്നെ ആട്ടിപ്പായിച്ചു. ഇനി നന്ദൻ്റെ മുഖം ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവരെൻ്റെ കാല് പിടിച്ചേ പറ്റൂ. ഈ ബെല്ല ആരും വിചാരിക്കുന്ന ഒരാളല്ലെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കാണും എന്ന് പറയുമ്പോൾ പാപ്പൻ പറയുന്നു, ബെല്ല നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ.
നീയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് നന്ദൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് പറഞ്ഞു വിടാൻ ആൾക്കാരോട് പറ എന്ന് പറയുമ്പം, ഇല്ല പാപ്പ, ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ ഇനി നന്ദൻ എൻ്റെ കസ്റ്റഡിയിൽ നിന്നും പോകില്ല. എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് ഋഷിയും കൂടെയുണ്ട്. കെവിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് കെവിനോട് ചോദിച്ച് പാപ്പൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ബെല്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുന്നതൊക്കെ കണ്ടിട്ട് പാപ്പനാണെങ്കിൽ ആകെ ടെൻഷനാകുന്നു. ഇപ്പോൾ തലയിലിരിക്കുന്ന തൊപ്പി പോകുമെന്ന് മാത്രമല്ല, ഇനി ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതക ശ്രമത്തിനുമൊക്കെ ഇനി ഏത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളൊരു ആദിയും പാപ്പനെ അലട്ടാൻ തുടങ്ങിയിരിക്കുന്നു.